ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു 5 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പോൾ എത്രത്തോളം ഈസി ആയിട്ടുണ്ടാകുന്നു. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതിന് ആദ്യം വന്നിട്ട് 3 മുട്ട എടുത്ത് കൊടുത്തിട്ടുണ്ട്. 3 മുട്ട ഉടച്ചതിന് ശേഷം നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഉടച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസുകളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു വലിയ ഉള്ളിയാണ്, അതൊരു മീഡിയം സൈസിലേക്കുള്ള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വലിയ സൈസിലേക്കുള്ള ഒരു പച്ചമുളകാണ്, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. അതിനുശേഷം പിന്നെ നമ്മൾ ഗോതമ്പ് മാവാണെങ്കിൽ ഗോതമ്പ് മാവ് ചേർക്കാം, അല്ലെങ്കിൽ മൈദയാണെങ്കിൽ മൈദ ചേർക്കട്ടെ. അത് നമ്മുടെ ഇഷ്ടാനുസരണം പോലെയാണ് നമുക്ക് ചേർക്കേണ്ടത്. ഇപ്പം ഞാൻ ചേർക്കുന്നത് മൈദയാണ്. അതായത് 1 കപ്പ് മൈദയാണ് നമ്മൾ ചേർക്കുന്നത്. ആവശ്യത്തിനേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ കാച്ചി ചൂടാറിയ പാലാണ് ഇതിലേക്ക് 1.25 കപ്പ്, അതായത് കുറച്ചായിട്ട് ചേർക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിക്ക് നല്ല സ്മൂത്തായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. എന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ എല്ലാ പാലും നമ്മൾ ഒരുമിച്ച് ചേർത്താൽ പിന്നെ പെട്ടെന്ന് കട്ടകൾ ഒന്നും ഉടയ്ക്കാൻ കുറച്ച് സമയമാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നന്നായിട്ട് പാലൊഴിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലെവലിലാണ് നമുക്ക് വേണ്ടത് മാവ്. അതായത് ഒരുപാട് തിക്കാവാൻ പാടില്ല, ഒരുപാട് വെള്ളമാവാനും പാടില്ല. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ ദോശ ഒഴിക്കുന്ന പോലെ തന്നെയാണ് ഒഴിക്കുന്നത്. പക്ഷേ വലുതായിട്ട് നമുക്ക് പരത്താൻ പറ്റില്ല, ഒരു ചെറിയ സൈസിലേക്ക് പരത്താൻ പറ്റില്ല. നമ്മൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താലും ഒരുപാട് വലുതാക്കി പരത്തെടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു മീഡിയം സൈസിലേക്ക് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിലേക്ക് നമ്മൾ പരത്തിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് സ്മൂത്തായിട്ട് തന്നെ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട ഒഴിച്ച കാര്യമാണ് നമുക്ക് ഈ ഒരു മുകളിൽ ഈ ചെറിയൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ദോശകളെല്ലാം ഒന്ന് ചുട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ടേസ്റ്റിയാണ് കഴിക്കുന്ന സമയത്ത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചമ്മന്തി ആണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. കുറച്ച് എരിവോടെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ ഈ ഒരു ദോശയ്ക്ക്. അപ്പോൾ അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അങ്ങനെ അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടെ കുറച്ച് സൈഡ് ഡിഷൊക്കെ വെച്ചെന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെയാണ്. എങ്ങനെയാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ പോലെ തന്നെയാണ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ക്രിസ്പിനെസ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് കഴിക്കുന്ന സമയത്ത് മുട്ടയും നമ്മുടെ മൈദമാവൊക്കെ ചേർത്താലും നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കഴിക്കുന്ന സമയത്ത്. സ്കൂളിലേക്ക് കുട്ടികൾക്ക് കൊടുത്തുവിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമുക്കിത് ട്രൈ ചെയ്യാം. അപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്കൊക്കെ ഇത് എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി കൊടുത്തുവിടാം. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും കണ്ടില്ലേ നല്ല ഭംഗിയാണ്. ഭംഗി മാത്രമല്ല, കഴിക്കുന്ന സമയത്തൊരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എല്ലാവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.